ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. സോ ഇന്ന് നമ്മൾ നെക്സ്റ്റ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനുമായിട്ടാണ് ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്നതും പിന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെല്ലാം നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ ഷോർട്ട് കട്ട് ട്രിക്സ് വെച്ചിട്ടും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ പെൻഡിങ്ങിന് വെക്കാതിരിക്കുക. ഡെയിലി ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെനഫിഷ്യൽ ആയിരിക്കും. അപ്പം ഈ ഒരു എക്സാമിൻ്റെ ലെവൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ എല്ലാം കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ഇത്രയും ടൈമേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്ത് എഴുതണം. 20 മാർക്സ് ആണ് മാത്സിന് വരുന്നത്. അപ്പോൾ ഒരു മാക്സിമം നമുക്കൊരു 18 മാർക്കെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന്, മാത്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്തുനിന്ന് നമുക്ക് കിട്ടാനായിട്ട് പറ്റണം. അപ്പോൾ അത്രയും മാർക്സ് നമുക്ക് അവിടെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു കട്ട് ഓഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. മാത്സ് എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, May 2 പ്രിലിംസ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും എല്ലാവരും. എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കി, അല്ലേ? ടൈം എത്ര, ഒരു 1 മന്തും കൂടെ ഉള്ളൂ. മാർച്ച് ഇപ്പം പകുതിയായി, ഇനി ഒരു 1 മന്തും കൂടെ ഉള്ളൂ. സോ അതിനുള്ളിൽ നമ്മൾ പ്രിപ്പറേഷനൊക്കെ മാക്സിമം ആക്കുക. ഇനിയിപ്പം നമുക്ക് റിവിഷൻ ഒരു ടൈമാണ്. അപ്പം അതുപോലെ ആയിരിക്കണം നമ്മൾ ഇനി ഓരോ സബ്ജക്റ്റുകളും മുന്നോട്ട് പഠിക്കാനായിട്ട് പോകേണ്ടത്. അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു ക്ലാസ്സിലെന്ന് പറയുന്നത് 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകുമെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചോദിച്ചത്. 2 പേരുടെ വയസ്സ് തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ പ്രസന്റിലുള്ള ഏജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഹെലൻ ഇപ്പോൾ 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞാണ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമാകുന്നത്? അപ്പൊ ഇവിടെ വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആദ്യം പറഞ്ഞു ഹെലന് 41 വയസ്സുണ്ട്, മകൾക്ക് ഡോട്ടറിന് എത്ര വയസ്സുണ്ട്? 9 വയസ്സ് ആണല്ലോ. ഇതിപ്പോഴത്തെ പ്രസന്റ് ഏജ് ആണ്. അപ്പൊ ഇവരുടെ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 32 ആണ്. അതായത് അമ്മയുടെയും മകളുടെയും വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 32 വയസ്സാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർഷം കഴിഞ്ഞാലും 2 പേര് തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമായിരിക്കും, അല്ലെ? 3 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 2 വ്യക്തികൾ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അല്ലെ? അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ അമ്മയും മകളും തമ്മിൽ ഇപ്പൊ 32 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇവർ തമ്മിൽ 32 വയസ്സിന്റെ വ്യത്യാസമാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും ഈ പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ വ്യത്യാസത്തിൽ മാറ്റമൊന്നും ഇല്ല, അല്ലെ? 2 പേർക്കും ഒരുപോലെയാണ് വയസ്സ് കൂടുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് എത്ര വർഷം കഴിഞ്ഞാൽ ഇപ്പൊ 2 വ്യക്തികൾ തമ്മിൽ പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 വ്യക്തികൾ തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, സെയിം ആണ് പ്രായ വ്യത്യാസം. അപ്പൊ ഇവിടെ 2 പേരുടെയും പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 32 വയസ്സാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ് ഈ എന്താണ് ഹെലൻ അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടി ആകുന്നു എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3 ഇരട്ടിയാണ് റേഷ്യോ. അതായത് അമ്മയുടെ പ്രായവും മകളുടെ പ്രായം, HD എന്നിട്ടേക്കുന്ന ഹെലൻ ഡോട്ടർ എന്നുള്ളതാണ്. അപ്പം മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടിയാവുന്നു. അപ്പൊ ഇവരുടെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം മകൾക്ക് ഇപ്പൊ 1 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി ആവണമെങ്കിൽ റേഷ്യോ എങ്ങനെയായിരിക്കും? 3:1, അല്ലേ? ഇപ്പൊ മകൾക്ക് ഇപ്പൊ ഇത്ര പ്രായമുണ്ട്, അതിന്റെ 3 ഇരട്ടി പ്രായമാണ് അമ്മയ്ക്ക് വരുന്നതെങ്കിൽ
റേഷ്യോ എങ്ങനെയാ വരുന്നത്? 3:1. ഹെലന് H 3 ഇരട്ടിയും മകൾക്ക് 1 ഇങ്ങനെയാണ് റേഷ്യോ വരുന്നത്. അപ്പൊ നമുക്കറിയില്ല, വർഷമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പൊ ഇവര് തമ്മിലുള്ള ആ റേഷ്യോയിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും? നമുക്കിത് വേണമെങ്കിൽ 3x എന്നും x എന്നും കൊടുക്കാം. കാരണം 3 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് ഇങ്ങനെ ആയിരിക്കും, 3 മടങ്ങായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതാൻ പറ്റും, ഈ വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലേ. എത്ര വർഷം, എത്രയോ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന പ്രായം, അതായത് മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടിയായിരിക്കും ഹെലന്റെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മകൾക്ക് എത്രയുണ്ടോ അതിന്റെ 3 ഇരട്ടിയാണ്. അപ്പൊ എത്ര വർഷമാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ വർഷത്തിന് എക്സ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ 5 വർഷമാണെങ്കിൽ അല്ലെങ്കിൽ 10 വർഷമാണെങ്കിൽ 7 വർഷമാണെങ്കിലും ഈ 2 പേരുടെ പ്രായവും അതനുസരിച്ച് കൂടുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് 2 പേരുടെ ഇതിലും എക്സ് കൊടുത്തത്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, എത്ര വർഷം കഴിഞ്ഞാലും ഈ പറയുന്ന 2 വ്യക്തികൾ, ഏത് വ്യക്തികളായിക്കോട്ടെ, 2 വ്യക്തികളുടെയും പ്രായത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 2x 32. അപ്പൊ x എന്ന് പറയുന്നത് 32/2 16. അപ്പം മകൾക്ക് 16 വയസ്സും 3x ആണെങ്കിൽ അമ്മയ്ക്ക് 48 വയസ്സ്. അപ്പൊ 16 × 3 ആണ് 48 അല്ലേ. മകൾക്ക് എത്ര പ്രായമുണ്ടോ അതേ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് അമ്മയ്ക്കും വരുന്നത്. അപ്പൊ മകൾക്ക് 16 വയസ്സാണെങ്കിൽ 3 ഇരട്ടി പ്രായം എന്ന് പറയുമ്പോൾ 48. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർഷമാണ്. ഇത് നമുക്ക് പ്രായമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇപ്പം പ്രസന്റില് ഹെലന് 41 വയസ്സും മോൾക്ക് 9 വയസ്സുമാണെങ്കിൽ എത്രയോ വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രായം എന്ന് പറയുന്നത് ഇങ്ങനെയായി. അപ്പൊ എത്ര വർഷങ്ങൾ കഴിയണം? 7 വർഷം കഴിയണം. അത്രേ ഉള്ളൂ. ഇത്രയും സ്റ്റെപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, നമ്മളുടെ എക്സ്പ്ലനേഷന് വേണ്ടി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. പ്രസന്റിലെ ഏജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 41ഉം 9 വയസ്സുമാണ്. ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രായം, മോളുടെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ആർക്ക് വരുന്നത്? അമ്മയായ ഹെലന് വരുന്നത്. അപ്പൊ അത് എത്ര വർഷം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ആ റേഷ്യോ വെച്ചിട്ട് 1:3, 3:1. ഹെലന് മകൾക്കിപ്പം റേഷ്യോ 1 ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ റേഷ്യോ എഴുതിയിരിക്കുന്നത്. അപ്പൊ എത്രയോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രായം എന്ന് പറയുന്നത്, അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് മകളുടെ പ്രായത്തിനേക്കാൾ 3 ഇരട്ടിയാകും. അപ്പം എത്ര വർഷം കഴിഞ്ഞാലും 2 വ്യക്തികളുടെ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ എങ്ങനെയാണ് അവിടെ നമ്മൾ വയസ്സ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പ്രസന്റിലെ വയസ്സും ഇപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ച് കണ്ടുപിടിച്ച വയസ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 7 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇവരുടെ പ്രായം എന്ന് പറയുന്നത് മകളുടെ പ്രായത്തിനെക്കാട്ടിലും അമ്മയുടെ പ്രായം 3 ഇരട്ടിയായിട്ട് മാറുന്നത്. അപ്പൊ 7 വർഷമാണ് ഇവിടെ ആൻസർ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനകത്തോട്ട് ഇട്ടും ചെയ്ത് നോക്കാം. ഇപ്പൊ 41, ഇപ്പൊ 3 വർഷം ആകുമ്പോൾ 44. മോൾക്കെന്ന് പറയുന്നത് 9, 4, 13 ആവത്തുള്ളൂ. അപ്പൊ 3 ഇരട്ടി അല്ല. അതേസമയം ഇപ്പൊ 5 ബി, ഓപ്ഷൻ ബി എടുത്തു. ഇപ്പോൾ പ്രസന്റിലെ ഹെലന്റെ ഏജ് എന്ന് പറയുമ്പോൾ 41 + 5 46, മോക്ക് 14, അത് 3 ഇരട്ടി അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു 7. അപ്പം 41ഉം 7 വർഷം കഴിയുമ്പോൾ ഹെലന് 48 വയസ്സ്, മോൾക്കെന്ന് പറയുന്നത് എന്താണ്? 9 വയസ്സ്. അപ്പം 7 വർഷം കഴിയുമ്പോൾ മോൾക്ക് 16. അങ്ങനെ നോക്കുമ്പോൾ 48ഉം 16. അപ്പൊ നമ്മളുടെ കണ്ടീഷൻ കറക്റ്റായി. മോൾക്ക് 16 വയസ്സ്, അതിന്റെ 3 ഇരട്ടി പ്രായം അമ്മയ്ക്ക്. അങ്ങനെ ചെയ്താലും കിട്ടും. ഇവിടെ ചെറിയ ചെറിയ വർഷങ്ങളായതുകൊണ്ടും പെട്ടെന്ന് കിട്ടാവുന്നതായതുകൊണ്ടും നമുക്ക് ഓപ്ഷൻസിനകത്തോന്ന് എടുത്ത് ചെയ്യാനും പറ്റും. ഇനി ഒരു പക്ഷേ വലിയ നമ്പേഴ്സ് ആണ്, പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ റേഷ്യോ എടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് പറ്റും. പക്ഷെ ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് ഐഡിയ മനസ്സിൽ വരണം. ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ ഹെലന് അല്ലേ 41 ഇപ്പോഴുണ്ട്, ഇനി 7 വർഷം കൂടെ കൂട്ടുമ്പോൾ പുള്ളിക്കാരിക്ക് 48 ഓപ്ഷൻസ് എടുക്കും അല്ലേ. അപ്പൊ മോൾക്ക് 7 വയസ്സും കൂടെ കൂടി 16. അപ്പൊ 16ന്റെ 3 ഇരട്ടിയാണ് 48. അപ്പൊ അങ്ങനെ വന്നപ്പം എന്താ, കണ്ടീഷൻ സെയിം ആയി അല്ലേ. കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ മകളുടെ 3 ഇരട്ടി വയസ്സായി അമ്മയ്ക്ക്. അപ്പൊ ഓപ്ഷൻ സി എടുത്ത് ചെയ്താലും ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും 2 വ്യക്തികളുടെ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. റേഷ്യോ വെച്ചിട്ട് നമ്മൾ വയസ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പ്രസന്റിലെ വയസ്സും കണ്ടുപിടിച്ച വയസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വർഷത്തെ ഗ്യാപ്പ് വരുന്നു നോക്കുക. അതും ഓക്കെയാണ്. ഓപ്ഷൻസിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഓക്കെയാണ്.
പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5% ആയിരുന്നു. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളുടെ പെർസെൻറ്റേജ്, ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതും അത്യാവശ്യം നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു മാത്സിന്റെ പരീക്ഷയിൽ വിജയ ശതമാനമാണ് ഈ കൊടുത്തിരിക്കുന്ന 87.5% എന്ന് പറയുന്നത്. ഇനി ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു. മാത്സിന് പരാജയപ്പെട്ടവരാണ് 7 പേര് മാത്സിന് തോറ്റു. അങ്ങനെയാണെങ്കിൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 87.5% കുട്ടികൾ മാത്സിന് ജയിച്ചെങ്കിൽ ബാക്കി വരുന്ന, അതായത് മൊത്തം 100 ആണല്ലോ നമ്മൾ എടുക്കുന്നത്, ബാക്കി വരുന്ന 12.5% കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? ഫെയിലായവരാണ്, ആണല്ലോ, തോറ്റ്. ഒരു പരീക്ഷ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് അല്ല, 100ന്റെ ബേസിലാണ്, 100%. അതിൽ 87.5% കുട്ടികൾ ജയിച്ചു എങ്കിൽ ബാക്കി വരുന്ന 12.5% കുട്ടികൾ എന്താണ്? മാത്സ് എന്ന് പറയുന്ന എക്സാം ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് തോറ്റു. അതിൽ തോറ്റവരുടെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 7 എന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മൊത്തം പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 12.5% കുട്ടികൾ തോറ്റു എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? 12.5%. അപ്പൊ 12/100 ഇൻറ്റു എഴുതിയ മൊത്തം കുട്ടികളെ നമുക്ക് ക്യാപിറ്റൽ N എന്ന് കൊടുക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അത് ഈ പറയുന്ന 7ന് ഈക്വൽ ആണ്. കാരണം ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആ പരീക്ഷയിൽ എഴുതിയ മൊത്തം കുട്ടികൾ എത്രയാണെന്ന് വെച്ചാൽ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ. എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന 7 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 7 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് തോറ്റവരാണ്. അതായത് മൊത്തം പരീക്ഷ എഴുതിയവരിൽ 12.5% കുട്ടികളാണ് തോറ്റത്. ആ മൊത്തത്തിലെ 12.5% ഈ പറഞ്ഞിരിക്കുന്ന 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തു നിന്ന് ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ 7 ഇൻറ്റു 100/12.5. ഓക്കെ, അതനുസരിച്ചിട്ട് ഇതെന്താണ്? ഇവിടെ 8 വരും, വെട്ടിക്കളയുമ്പോൾ 7 ഇൻറ്റു 8 56. സോ 56 കുട്ടികൾ പരീക്ഷ എഴുതിയതിനകത്ത് ഈ പറയുന്ന 7 പേരാണ് തോറ്റിരിക്കുന്നത്, ബാക്കിയുള്ളവർ ജയിച്ചു. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളതാണ്, ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഒരു ഗണിത പരീക്ഷയിൽ 87.5% കുട്ടികൾ ജയിച്ചു. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? തോറ്റവരാണ്. തോറ്റവരുടെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് 7. അപ്പം ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക അല്ലേ? തോറ്റവരിലെ ബാക്കി തോറ്റവരെന്ന് പറയുന്ന 12.5%. അപ്പൊ മൊത്തം കുട്ടികളിലെ 12.5% ഈ പറയുന്ന 7 എന്ന് പറയുന്നത്. സോ അതിനകത്തുനിന്ന് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിച്ചു. എത്രയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി 56 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ശരി, ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചേ. 5 പുരുഷന്മാരോ അല്ലെങ്കിൽ 12 സ്ത്രീകളോ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഒന്നെങ്കിൽ 5 പുരുഷന്മാരോ അല്ലെങ്കിൽ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന്, 5 പുരുഷന്മാരോ അതായത് 5 പുരുഷന്മാർ അടങ്ങുന്ന ഒരു സംഘം, അല്ലെങ്കിൽ 12 സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘം, അതാണ് അതിന്റെ മീനിങ്. ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് ചെയ്ത്, അതായത് ഈ 5 പുരുഷന്മാരും ഈ 12 സ്ത്രീകളും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി, ഈ പറയുന്ന ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ?
ഇവിടെ ആരൊക്കെയുണ്ട്? പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, ദിവസമുണ്ട്. നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ? ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 പുരുഷന്മാര് 12 സ്ത്രീകള്. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായിരുന്നു? 78 ദിവസമാണ് ആദ്യത്തെ കേസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ 5 പുരുഷന്മാരടങ്ങുന്ന ഒരു സംഘം, അല്ലെങ്കിൽ 12 സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘം. ഇവര് ഒരു സംഘമായിട്ട് ചെയ്താൽ ഒരു ജോലി 78 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ 5 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടെ ഒരുമിച്ച് ഇവർ കമ്പൈൻഡ് ആയിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്തത് ഇവിടെ 5ഉം 12ഉം കൂടെ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ടിൽ നമ്മൾ എഴുതാൻ പോകുന്ന കാര്യം. ഈ പറയുന്ന ദിവസം ഇവർ തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്ത് തീർക്കുന്ന ദിവസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ഇത്രയും നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതാൻ പറ്റും അല്ലേ? ആദ്യം പറഞ്ഞിരിക്കുന്നത് 5 പുരുഷന്മാരോ അല്ലെങ്കിൽ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘം ഒരു ജോലി 78 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 5 പുരുഷന്മാരും 12 സ്ത്രീകളും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഈ മുകളിൽ കിടക്കുന്ന റോയിലെ അക്കങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കോ, 5 × 12 × 78 ഡിവൈഡഡ് ബൈ, എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഈ പറയുന്ന ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 12 60. ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും 5 × 12 60. അപ്പൊ 60ഉം 60ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെട്ടാമല്ലോ. ഇവിടെ 10, ഇവിടെ 2, അപ്പൊ 78/2 39 ദിവസം. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 39. പെട്ടെന്ന് കിട്ടി അല്ലേ? ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടി. ആദ്യം പുരുഷന്മാര്, മെന്ന്, സ്ത്രീകള്, വിമണ, ഡേയ്സും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ തീരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതി, ഒരു റേഷ്യോ പോലെ എഴുതി. അപ്പൊ 5 പുരുഷന്മാര് 12 സ്ത്രീകള് 78 ദിവസം. എന്നിട്ട് എന്താ ചെയ്തേ? ഈ ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 5 × 12 × 78 ഡിവൈഡഡ് ബൈ ഈ പറയുന്നത്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ, കാരണം ഇവിടുത്തെ ഡേ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 5 × 12 + 5 × 12 അതിവിടെ കൂട്ടാം. അതാണ് 60 + 60 120 ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇത് രമ്മി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തതാണ് ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത്. 5 × 12 60 + 5 × 12 60. സോ 60 + 60 120. അങ്ങനെ വന്ന് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 39 എന്ന് പറയുന്നത്, 39. ഓക്കെ, സോ ഓപ്ഷൻ ബി 39 ഡേയ്സ് ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 85 × 87 × 89 × 91 × 95 × 96. ഇതിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് എന്താണ് ക്വസ്റ്റ്യൻ? 85 × 87 × 89 × 91 × 95 × 96നെ ഈ പറയുന്ന 100 കൊണ്ട് ഹരിക്കുമ്പോൾ, ഇതിന്റെ പ്രോഡക്റ്റിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം, അതായത് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതിപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാം തീരും അല്ലേ? അത്ര ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോഴേ നമ്മുടെ എക്സാമിന്റെ പകുതി സമയം കഴിയും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിന് ഉപയോഗിക്കാവുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ, അതായത് ന്യൂമറേറ്ററിൽ 100 ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. മുകളിൽ 100 ആക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പം മുകളിലും ഈ പറയുന്ന 100ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ശിഷ്ടം വരുമോ? ഇല്ല. ശിഷ്ടം എന്തായിരിക്കും? 0 ആയിരിക്കും
അല്ലേ? ശിഷ്ടം വരില്ല. ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത്, റിമൈൻഡർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? താഴെ ഡിനോമിനേറ്ററിൽ 100 കിടക്കുന്നത്. അപ്പൊ ഈ ന്യൂമറേറ്റർ ഈ താഴെ പറയുന്നതിന്റെ മൾട്ടിപ്പിൾ ആണ് മുകളിലെങ്കിൽ ശിഷ്ടം വരുമോ? ഇല്ല. അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് അതിനൊരു വാല്യൂ ഇട്ടത്തേ ഉള്ളൂ. റിമൈൻഡർ അവിടെ 0 ആയിരിക്കും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഈ 85നെ നമുക്ക് 17 × 5 എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു ബാക്കിയൊക്കെ നമ്പേഴ്സ് അവിടെ കിടക്കട്ടെ, 91 ഇൻറ്റു. അതുപോലെ തന്നെ 95നെയും നമുക്ക് 19 × 5 എന്ന് എഴുതാം ആണല്ലോ. ഇനി അതുപോലെ 96 ഉണ്ട്. കാരണം മുകളിൽ നമ്മൾ ഒരു 100ന്റെ മൾട്ടിപ്പിൾ കൊണ്ടുവരികയാണ്, 100 എന്ന് പറയുന്ന നമ്പർ കൊണ്ടുവരികയാണ്. അപ്പം 24 × 4 അതാണ് 96. ഇനി ഡിവൈഡഡ് ബൈ 100. അപ്പൊ 100ന്റെ മൾട്ടിപ്പിൾ മേളിലോട്ട് വന്നോ എന്ന് നോക്കിക്കേ. വന്നു. കാരണം 5 × 5 25 × 4 100. അപ്പൊ മുകളിൽ ഉള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 100ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, 100ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ് ന്യൂമറേറ്റർ. അതിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു റിമൈൻഡർ ഇല്ല. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? 0 ആണ് അവിടെ ആൻസർ വരുന്നത്. കാരണം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ 100ന്റെ ടേംസിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് അവിടെ ഒരു 85 കൊടുത്തിട്ടുള്ളത്, 95 96. അപ്പൊ 85നെ നമ്മൾ 17 × 5 എന്ന് എഴുതുന്നു, 95നെ നമ്മൾ 19 × 5 എന്ന് എഴുതുന്നു, 96നെ നമ്മൾ 24 × 4 എന്ന് എഴുതി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ 5 × 5 25, 25 × 4 100. അപ്പൊ മുകളിലെ സംഭവം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും അത് 100ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, സീറോസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്താണ്? ശിഷ്ടമില്ല. അവിടെ റിമൈൻഡർ 0 ആണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും, പക്ഷെ എത്രത്തോളം ടൈം ആയിരിക്കും നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്ത സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ 0 ആണ് അവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനിയിപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സിന്റെ കാര്യം പറയണം. അതായത് ബ്രഹ്മാസ്ത്ര 3.0 ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ആണ്. 999 ആണ് റേറ്റ് വരുന്നത്. അപ്പം 999 ആണ് റേറ്റ് വരുന്നത്. നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 100 മണിക്കൂർ ക്ലാസ്സസ് ഉണ്ട്. കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ആണ്. 40 ഡേയ്സ് വരുന്ന ക്രാഷ് കോഴ്സ് ആണ്. അതുപോലെ മെയിൻ ആയിട്ട് മോക്ക് എക്സാമുകളുണ്ട്. സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SI, അസിസ്റ്റന്റ് ട്രിബ്യൂണൽ, ഇതുപോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്രാഷ് കോഴ്സ് ആണ്. സോ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. മാർച്ച് 16 സ്റ്റാർട്ട് ചെയ്തു. സോ ഇനിയും നമുക്ക് അവസരമുണ്ട്. എത്രയാണ് റേറ്റ് വരുന്നത്? 999 ആണ് റേറ്റ് വരുന്നത്. സോ പ്രിലിംസ് ഒക്കെ എഴുതാൻ പോകുന്നവർ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നോക്കിക്കേ. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 ആണ്. അതിന്റെ 11ാമത്തെ പദം എന്താണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ GP ജോമെട്രി പ്രോഗ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ജോമെട്രി പ്രോഗ്രഷൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ പദം തന്നിട്ടുണ്ട്, 8ാമത്തെ പദവും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11ാമത്തെ പദം എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 11ാമത്തെ പദം എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ടുള്ളൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ 6 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് അടുത്ത ടേംസ് എഴുതുന്നത് ആണല്ലോ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5ാമത്തെ പദം കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ A5 എന്ന് ഞാൻ നോട്ട് ചെയ്യുക. ഓക്കെ, എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 27ഉം അതുപോലെ തന്നെ 8ാമത്തെ പദവും കൊടുത്തിട്ടുണ്ട് 729. അപ്പൊ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കോമൺ റേഷ്യോ ഉണ്ട്, അതായത് സ്മോൾ ലെറ്റർ r. അത് നമ്മൾ അറിയാമല്ലോ, ഇക്വേഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സ്മോൾ r. അപ്പൊ ആ കോമൺ റേഷ്യോ ഇങ്ങനെ ഓരോ പദത്തിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അടുത്ത ജോമെട്രി പ്രോഗ്രഷനകത്ത് നമുക്ക് അടുത്ത ടേംസ്, അടുത്ത പദങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ A5 എന്ന് പറയുന്നത് 27, അതായത് 5ാമത്തെ പദമാണ്. അപ്പൊ A5ൽ നിന്നും A8ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന A5ന്റെ കൂടെ 3 പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 6, 7, 8. ഈ പറയുന്ന 6 എന്ന് പറയുന്ന കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ 3. A5ൽ നിന്നും A8ലേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന കോമൺ റേഷ്യോ 3 തവണ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8ാമത്തെ പദം നമുക്ക് കിട്ടുന്നത്. അത് ഏതിന് തുല്യമാണ്? ഈ 8ാമത്തെ പദമായിട്ടുള്ള 729 തുല്യമാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 6, അതായത് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ A5 എത്രയാണ്? 5ാമത്തെ പദം എന്ന് പറയുന്നത് 27 ആണ്. സോ 27 ഇൻറ്റു R³ ഈ 3 6, അതായത് 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് പറയുന്നത് R³ എന്ന് നമുക്ക് എഴുതാം. സോ 27 ഇൻറ്റു R³ എന്ന് പറഞ്ഞാൽ 729. സോ R³ എന്ന് പറയുമ്പോൾ 729/27. അതിനകത്തുനിന്ന് നമുക്ക് R³ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് R³ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 27 ആണ്. അപ്പൊ 6 എന്ന് പറയുന്നത് എത്രയാണ്? 3. ഓക്കെ, അപ്പൊ 6 നമുക്ക് കിട്ടും. എത്രയാണ്? 27ന്റെ സ്ക്വയർ ആണ് ഈ പറയുന്ന 729 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ R³ ഇസ് ഈക്വൽ ടു 27, 6 എന്ന് പറയുന്നത് 3. അത്ര ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? 11ാമത്തെ പദം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ജോമെട്രിക് പ്രോഗ്രഷനിൽ വരുന്ന 11ാമത്തെ പദം A11 എന്ന് കൊടുക്കാം. ഈ പറയുന്ന 11ാമത്തെ പദം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം 8ാമത്തെ പദം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ 8ൽ നിന്നും 11ാമത്തെ പദത്തിലോട്ട് എത്തണമെങ്കിൽ വീണ്ടും നമ്മൾ എന്താണ് 3 തവണയായിട്ടുള്ള 6 എന്ന് പറയുന്ന കോമൺ റേഷ്യോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം A8 നമ്മുടെ കയ്യിലുണ്ട്. A8 ഇൻറ്റു 3 തവണ അല്ലേ, 3 തവണ 6 വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 8ാമത്തെ പദം ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ ഈ പറയുന്ന കോമൺ റേഷ്യോ ആയ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 11ാമത്തെ പദം കിട്ടുന്നത്. അപ്പൊ 6 ഇൻറ്റു 6 ഇൻറ്റു 6 R³ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 27. സോ 729ന്റെ കൂടെ 27 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ 11ാമത്തെ പദം കിട്ടും. 729 ഇൻറ്റു 27 63 അല്ലേ, 14 6 20, 51, പിന്നെ 18, 5, 40. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതായത് 11ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 19683 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 6 എന്ന് പറയുന്ന കോമൺ റേഷ്യോ, ആ ഒരു റേഷ്യോ കാണണം. കാരണം നമ്മൾ ജോമെട്രി പ്രോഗ്രഷനകത്ത് 6 മൾട്ടിപ്ലൈ ചെയ്താണ്, കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ അടുത്ത ടേംസ് എഴുതുന്നത്. ഇവിടെ 5ാമത്തെ പദവും 8ാമത്തെ പദവും ക്വസ്റ്റ്യനിൽ തന്നു. സോ ഇതിന്റെ ഇടയിൽ നിന്നും നമ്മൾ ആ കോമൺ റേഷ്യോ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി. അതിൽ നിന്നുമാണ് നമ്മൾ 11ാമത്തെ പദം കണ്ടുപിടിച്ചത്. അപ്പൊ 8ാമത്തെ പദത്തിൽ നിന്നും 11ാമത്തെ പദത്തിലേക്ക് പോകണമെങ്കിൽ അത് 6 എന്ന് പറയുന്ന കോമൺ റേഷ്യോ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അതായത് R³ നമ്മൾ 27 എന്നുള്ളത് ഇവിടെ കണ്ടുപിടിച്ചു. എന്നിട്ട് 8ാം പദത്തിന്റെ കൂടെ, അതായത് 729ന്റെ കൂടെ 27 മൾട്ടിപ്ലൈ ചെയ്തു. R³ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ജോമെട്രി പ്രോഗ്രഷന്റെ 11ാമത്തെ പദം കിട്ടിയത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ 19. ഓക്കെ, 19,683. എ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ. ഇപ്പൊ ഇവിടെ 6 കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ R³ 3 ടേംസ് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് നമ്മളുടെ ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് 8ാമത്തെ ടേമിന്റെ കൂടെ 3 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R³ 11ാമത്തെ ടേം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇത് അത്യാവശ്യം എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരുന്നു. 0.004നേക്കാൾ എത്ര മടങ്ങ് വലുതാണ് 0.18 എന്ന് പറയുന്നത്? ഓക്കെ, 0.004 എന്ന് പറയുന്ന സംഖ്യ 0.18നെ കമ്പയർ ചെയ്യുമ്പോൾ
അത് എത്ര മടങ്ങാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 0.18 ഡിവൈഡഡ് ബൈ 0.004 ചെയ്താൽ മതി. ഓക്കെ, 0.004 എന്ന് പറയുന്നത് 0.18നേക്കാൾ എത്ര മടങ്ങാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി 0.004നേക്കാൾ എത്ര മടങ്ങാണ്, അപ്പൊ നേരത്തെ തിരിഞ്ഞു പോയി. ഈ 0.18 എന്ന് പറയുന്നത് 0.004നേക്കാൾ എത്ര വലുതാണ്, സോ എത്ര തവണയാണ് എന്നുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 0.18നെ 0.004 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഡെസിമൽ പോവാൻ വേണ്ടി നമുക്ക് താഴെ മേളിലും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? കാരണം ഇവിടെ 3 ഡെസിമൽ പോയിന്റ് ആണ്, ദശാംശമാണ്. അപ്പൊ ആ 3 സ്ഥാനങ്ങൾ മാറിപ്പോവാൻ വേണ്ടി താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ താഴെ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇതിലെ ഡെസിമൽ എല്ലാം മാറി താഴെ വരുമ്പോൾ 180/4 വരും. അതായത് 45 ആണ് ആൻസർ. അപ്പം 0.004 എന്ന് പറയുന്നത് ഈ പറയുന്ന 0.18നേക്കാൾ 45% എത്ര മടങ്ങാണ്? 0.18. ഓക്കെ, അപ്പം ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇപ്പൊ 0.004നേക്കാൾ എത്ര മടങ്ങ് വലുതാണ് 0.18? അപ്പം 45% മടങ്ങ് വലുതാണ് 0.18, 0.004നേക്കാട്ടിലും. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവൈഡ് ചെയ്തു. അവിടെ ഡെസിമൽ വരുന്നത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഡെസിമൽ പോകാൻ വേണ്ടി താഴെ 3 ഡെസിമൽ പോയിന്റ്സ് ആയതുകൊണ്ട് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ നമ്മൾ ഡിനോമിനേറ്ററിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ന്യൂമറേറ്ററിലും നമ്മൾ അതേപോലെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇവിടെ 0.18 ഇൻറ്റു 1000 എന്ന് പറയുമ്പം എങ്ങനെ മാറും? 18 3 0 വരും, 2 ഡെസിമൽ പ്ലേസസ് ആണ്, അതുകൊണ്ടാണ് 180 എന്ന് അവിടെ എഴുതിയേക്കുന്നത്. അത് കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 45. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ശരി. ഇനി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു വാട്ടർ ബോട്ടിലിന് മൊത്തത്തിലുള്ള വില എന്ന് പറയുന്നത് 15 രൂപയാണ്. പക്ഷെ ആ 15 രൂപയ്ക്കകത്ത് കുപ്പിയുടെ വിലയും ഉണ്ട്, വെള്ളത്തിന്റെ വിലയുണ്ട്. അപ്പൊ കുപ്പി ഞാൻ എന്തെഴുതുക? വെള്ളത്തിനെ വാട്ടർ W എന്നും കുപ്പിയെ ഞാൻ ബോട്ടിൽ B എന്നും റെപ്രസെന്റ് ചെയ്യാണ്. നമുക്ക് എഴുതി ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 ആൽഫബറ്റ്സ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. വെള്ളത്തിന്റെ വാട്ടറിന്റെ W, കുപ്പിയുടെ ബോട്ടിന്റെ B, അതാണ് ഈ WB-യുമായിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ രണ്ടും കൂടെ ഉൾപ്പെട്ട വിലയാണ് ഈ പറയുന്ന 15 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ച ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചപ്പോൾ കുപ്പിയുടെ വിലയും ഉണ്ട്, വെള്ളത്തിന്റെ വിലയുണ്ട്. അപ്പൊ വെള്ളത്തിന്റെയും കുപ്പിയുടെയും വിലയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന 15 രൂപ. ഇനി അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ, അപ്പൊ കുപ്പി വിലയെക്കാട്ടിലും കൂടുതൽ വില വെള്ളത്തിനാണ് വരുന്നത്. അപ്പം വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് തമ്മിൽ ഉള്ള വ്യത്യാസമാണ് ഈ പറയുന്ന 12 എന്ന് പറയുന്നത്, അല്ലേ? ഒരെണ്ണത്തിനെക്കാട്ടിലും കൂടുതലോ കുറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ വെള്ളവും കുപ്പിയും തമ്മിലുള്ള വിലയുടെ വ്യത്യാസമാണ് ഈ പറയുന്ന 12 രൂപ. ഒന്ന് കൂടുതലോ അല്ലെങ്കിൽ കുറവോ എന്നുള്ളൊരു കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസമാണെന്നുള്ള ആ ഒരു ലോജിക്ക്, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതൊരു കണക്കെടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ആണെങ്കിലും മറ്റൊന്ന് ഒരാളെ കുറിച്ച് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ കുറിച്ച് വേറൊരു ഐറ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുക, അല്ലേ? ഏതെങ്കിലും ഒരു ഇപ്പം ഒരു ബുക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ പ്രൈസ്, ഇപ്പം എക്സാമ്പിൾ ഇപ്പം ബുക്ക്, അല്ലെങ്കിൽ പെന്ന്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം, ഏതൊരു ആർട്ടിക്കിൾ ആയിക്കോട്ടെ. അപ്പം ആ ഒരു 2 ഐറ്റംസിന്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരാളുടെ എന്ത് വെച്ചിട്ട് മീൻസ് ഏജ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയോ, ഒന്ന് കൂടുതലോ അല്ലെങ്കിൽ കുറവോ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ളവും കുപ്പിയും തമ്മിലുള്ള വിലയിൽ വരുന്ന വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പം വെള്ളത്തിലും ബോട്ടിലിന്റെ കുപ്പിയുടെ വിലയിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്ന 12 രൂപ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ട് എടുത്തൂടെ? നമ്മൾക്ക് വേണ്ടുന്ന എന്താണ്? കുപ്പിയുടെ വിലയാണ്. അപ്പൊ കുപ്പിയുടെ വിലയാണ് വേണ്ടുന്നത്. അപ്പം ഒരു സംഭവത്തിന്റെ ഇതുപോലെ 2 ഇക്വേഷൻ തന്നിട്ട് രണ്ടെണ്ണത്തിന്റെ സമ്മും ഡിഫറൻസും നമുക്ക് തരികയാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വലിയ നമ്പർ കിട്ടും. ഓക്കെ, നമുക്കിവിടെ കുപ്പിയുടെ വിലയാണ് വേണ്ടത്. എന്തായാലും കുപ്പിയുടെ വില എന്ന് പറയുന്നത് ചെറുതായിരിക്കും, കുറവാണ്. കാരണം വെള്ളത്തിനാണ് വില കൂടി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയ വിലയ്ക്ക് വേണ്ടി, മീൻസ് ചെറിയ വിലയാണ് വേണ്ടുന്നത്. അപ്പൊ എന്താണ് കുപ്പിയുടെ വില? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രണ്ടെണ്ണവും കൂടി കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 3/2, 1.5 രൂപയാണ് ഈ പറയുന്ന കുപ്പിയുടെ വില. ഓപ്ഷൻ എ ₹1.50, 1.5 രൂപയേ ഉള്ളൂ. നമുക്ക് കുപ്പിയുടെ വെള്ളത്തിന്റെ വില നമുക്ക് വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ എന്താ, ഇവിടെ വെള്ളത്തിന്റെ വിലയല്ല ചോദിച്ചിരിക്കുന്നത്, കുപ്പിയുടെ വിലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുപ്പിയുടെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വെള്ളത്തിന്റെ വിലയല്ല. കാരണം കുപ്പിയുടെ വില മതി. ഈ 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് അതിന്റെ സമ്മും ഡിഫറൻസും ആണ് പറയുന്നതെങ്കിൽ വലിയ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി അത് തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പിന്നെ ചെറിയ നമ്പരാ വേണ്ടതെങ്കിൽ ആ രണ്ടും കൂടെ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കുപ്പിയുടെ വിലയാണ് വേണ്ടത്, അതായത് ചെറിയ അക്കമാണ്. സോ രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കുപ്പിയുടെ വില എന്ന് പറയുന്നത് 1.5 രൂപ. ഇനി വാട്ടർ ബോട്ടിലിന്റെ വിലയാ ചോദിച്ചിരുന്നെങ്കിലോ വലിയ നമ്പറാണ്. അപ്പൊ ഈ 2 അക്കങ്ങളും കൂടെ ആഡ് ചെയ്യുക, സമ്മും ഡിഫറൻസും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് കൂട്ടുക. അപ്പൊ 15 + 12, 27/2, 13.5 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്? 13.5 ആണ് ഈ പറയുന്ന കുപ്പിയുടെ വെള്ളത്തിന്റെ വില. നമ്മൾക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് കുപ്പിയുടെ വില, ബോട്ടിലിന്റെ വിലയാണ്. അപ്പൊ ചെറിയ നമ്പറാണ്. അപ്പൊ ആ സമ്മും ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പൊ അത് തമ്മിൽ കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1.50, 1.5 രൂപയാണ് ഈ പറയുന്ന കുപ്പിയുടെ വില. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇതും അത്യാവശ്യം എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഒന്ന് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക. ഇത് വിചാരിക്കുക, ഒന്നിനെ കമ്പയർ ചെയ്ത് കൂടുതലോ കുറവെന്നോ പറഞ്ഞാൽ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ 2 ആളുകളുടെ ഏജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് ആയിക്കോട്ടെ, എന്തും തമ്മിലുള്ള കൂടുതൽ കുറവ് എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതാണ് ഇവിടെ കുപ്പിക്ക് വെള്ളത്തിനേക്കാൾ 12 രൂപ കൂടുതൽ എന്ന് പറഞ്ഞാൽ കുപ്പിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന വില വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 12 രൂപ. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ 1.5 റുപ്പീസ് ആണ് ഈ പറയുന്ന ബോട്ടിലിന്റെ പ്രൈസ്. ഓക്കെ, ശരി. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കോഴ്സിന്റെ കാര്യം പറയട്ടെ. കമ്പനി ബോൺ LGSന് വേണ്ടിയിട്ടുള്ള വിദ്യാരംഭ 2.0 ബാച്ച് 3 ഉടനെ ക്ലോസ് ചെയ്യുകയാണ്. സോ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 499 ആണ് റേറ്റ് വരുന്നത്. 75% ഓഫർ ഉണ്ട്. ഈ പറയുന്ന എക്സാമുകൾക്കാണ് ഫോക്കസ്: പെഫ്കോ LDC, VFA, LDC 2027. സോ ജോയിൻ ചെയ്യാത്തവരെ, LGSും LDCയും ഒക്കെ എഴുതാൻ പോകുന്നവർ ഈ കോഴ്സിന് മാക്സിമം ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ഈ ബാച്ച് ക്ലോസ് ആവുകയാണ്, ലിമിറ്റഡ് സീറ്റ്സും കൂടെ ഉള്ളൂ. 499 ആണ് റേറ്റ് വരുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. സോ ഫ്രം ദ ബിഗിനിങ്ങിൽ നിന്ന് നമ്മൾ പഠിച്ചു പോവുകയാണ്. ബിഗിനിങ്ങിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനിയിപ്പോൾ LGSന്റെ എക്സാം ഒക്കെ ഉടനെ വരുമല്ലോ. സോ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് 1500 + 400 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എവിടെയാണ് നമ്മളുടെ ലെവൽ വരുന്നതെന്നുള്ളത്. സോ 299 ആണ് റേറ്റ് വരുന്നത്. അപ്പം ഇത്രയും എക്സാമുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. May 2 പ്രിലിംസ് വരുന്നത്. സോ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിൻ്റെ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലാതെ നിങ്ങൾക്കുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ വർക്കൗട്ട് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് നമ്മളിത് വർക്കൗട്ട് ചെയ്താൽ പോരെ? പർച്ചേസ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു
എന്താ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര രൂപ തിരികെ ലഭിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാർഷിക കൂട്ടുപലിശ നിരക്കാണ് 5% നമ്മളുടെ പലിശ നിരക്ക് വരുന്നത്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. ഇനി 3 വർഷത്തേക്ക് എത്ര വർഷത്തേക്കാണ് കൊടുത്തത്? 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര രൂപ തിരികെ ലഭിക്കും? അപ്പൊ 3 വർഷം കഴിയുമ്പോൾ കൂട്ടുപലിശയാണ്. അപ്പൊ മുതലും നമുക്ക് കൊടുത്ത ഫൈനലി നമ്മൾ ആദ്യം കൊടുത്ത തുകയും പിന്നെ അതിനുള്ള കൂട്ടുപലിശയും കൂടെ ചേർത്തിട്ടാണ് ഫൈനൽ ആയിട്ടുള്ള തുക ജോണിന് തിരികെ ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഫൈനൽ തുക അല്ലെങ്കിൽ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം. എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. A is equal to P into 1 plus R by 100 the whole raised to n. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൈനലി എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ആദ്യം കടം കൊടുത്ത 6 ലക്ഷം രൂപയാണ് നമ്മളുടെ P. ഇൻറ്റു 1 പ്ലസ് R എന്ന് പറയുന്ന 5% ആണ്. 1 plus 5 by 100 the whole raised to n. n എന്ന് പറയുന്നത് എത്ര വർഷം എന്നായിരുന്നു. n is equal to 3. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി മൾട്ടിപ്ലിക്കേഷനുള്ള ടൈം പോകും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, റേഷ്യോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ എന്ന് പറയുമ്പം ഈ വർഷങ്ങൾ വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു ഷോർട്ട് കട്ട് റേഷ്യോ വരും. 1 വർഷമാണെങ്കിൽ നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ഇയറിന് 1, 2 വർഷമാണെങ്കിൽ 2:1:1, 3 വർഷമാണെങ്കിൽ 3:3:1, അങ്ങനെ 2:1, 2 വർഷത്തെ 2:1. ഇവിടെ 3 വർഷമാകുമ്പോൾ നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:3:1 ആണ്. 3:3:1. അതായത് ഓരോ വർഷത്തെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് വരുന്ന റേഷ്യോ ആണ് 3:3:1 എന്ന് പറയുന്നത്. അത് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചെറിയ മൾട്ടിപ്ലിക്കേഷനിലൂടെ നമുക്ക് പോകാൻ പറ്റും. അതായത് ഇപ്പൊ ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പലിശ എങ്ങനെ വരുമെന്ന് അറിയാമോ? 5/100 ഇൻറ്റു ആദ്യത്തെ 6 ലക്ഷം. ഓക്കെ, അപ്പൊ ഇതും ക്യാൻസൽ ആയി പോകുമ്പോൾ നമ്മളുടെ ആദ്യത്തെ പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 30,000 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത വർഷം സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന 30,000ന്റെ 5%, അതായത് 5/100 ഇൻറ്റു 30,000. അപ്പൊ നമ്മളിവിടെ എത്ര കിട്ടി? ഈ 0 2 0 വെട്ടിപ്പോയി. നമുക്ക് എത്രയാണ് വരുന്നത്? 1500 ആണ് വരുന്നത്. ഓക്കെ, 1500. ഇനി അടുത്ത എത്രയാണ്? മൂന്നാമത്തെ വർഷം വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന 1500ന്റെ 5%. അപ്പൊ എത്രയാണ്? 75. അപ്പം ഇത് ഇത്രയും വരെ നമ്മൾ ഈ റേഷ്യോ വെച്ചിട്ട് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇവിടെ കൊണ്ട് ഇത് തീരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ 3:3:1 ആണ് നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ പറയുന്ന ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ 30,000ന്റെ കൂടി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 90,000 ആണ്. ഇനി ഇതിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4,500. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെ 90,000, പിന്നെ 4,500, പിന്നെ 75 ഇൻറ്റു 1 അതെത്രയാണ്? 75. ഈ കണ്ടുപിടിച്ചത് ഈ പലിശയിൽ വരുന്നതാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഈ പറയുന്ന 94,575 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന എന്താണ്? ഫൈനൽ വരുന്ന തുകയാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ഫൈനൽ വരുന്ന തുകയാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് A is equal to P plus I. അതായത് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. P എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 ലക്ഷം പ്ലസ് ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിന്റെ രീതിയിൽ കിട്ടിയ 94,575. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത്. അതായത്
6,94,575. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ചെറിയ മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്, മറ്റേ ഇക്വേഷൻ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം നമുക്ക് പോകും അല്ലേ. പക്ഷെ ഇത് ചെയ്യണമെങ്കിലും ഈ റേഷ്യോ നമുക്ക് അറിയണം. ഇപ്പം 3 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:3:1 ആണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ് കടം കൊടുത്തത്. അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ പലിശ നിരക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 6 ലക്ഷത്തിന്റെ 5% വരുന്നത്. എത്രയാണ്? 30,000. എന്നിട്ട് ഈ കിട്ടിയ 30,000-നെ നമ്മളുടെ റേഷ്യോയിലുള്ള ഫസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഈ പറയുന്ന 90,000 വന്നേക്കുന്നത്. ഇനി വീണ്ടും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കൂട്ടുപലിശയാണ്. അടുത്ത വർഷം വരുമ്പോൾ ഈ 30,000-ന്റെ 5% എടുക്കണം. അങ്ങനെയാണ് 1,500 വന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് 3-ാമത്തെ വർഷം വരുമ്പം 1,500-ന്റെ 5%, അതാണ് 75 വന്നത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റേഷ്യോ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ തെറ്റും. അപ്പം 30,000 × 3 90,000, 90,000, പിന്നെ 1,500, 4,500. ഇത് കൂട്ടി കിട്ടുന്നത് നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതായത് 94,575. ഇനി നമുക്ക് ഫൈനലി തിരികെ കിട്ടുന്ന തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം കടം കൊടുത്ത 6 ലക്ഷവും ഈ കിട്ടിയതും കൂടി ആഡ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി റേഷ്യോ ഇട്ട് ചെയ്ത് കൺഫ്യൂസിങ് ആവുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് നമ്മളുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. a × p + 1/100 ചിലപ്പോൾ റേഷ്യോ മറന്നു പോകും, അല്ലെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് ചൂസ് ചെയ്യുക? ഇത് ചൂസ് ചെയ്യുക. അപ്പൊ 6p എന്ന് പറഞ്ഞാൽ 6 ലക്ഷം × 1 + 5/100 അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? 6 ലക്ഷം ഇൻറ്റു, ഇവിടെ നമ്മൾ ക്യൂബാണ്, സോ 1 × 100 100, 100 + 5 105, 105/100-ന്റെ ക്യൂബാണ്. അപ്പൊ ഇവിടെ ഇച്ചിരി മൾട്ടിപ്ലിക്കേഷൻ വരും, അതുകൊണ്ടാണ് അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവും. 105/100 വീണ്ടും ക്യൂബ് അല്ലേ, അപ്പം 105/100 അഗെയിൻ 105/100. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നേ ഉള്ളൂ. അപ്പം മറ്റേത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഇത് യൂസ് ചെയ്യുക. സോ ഇതായിരിക്കും ഫൈനലി വരുന്ന ആൻസർ എന്ന് പറയുന്നത് 6,94,575. ഏത് യൂസ് ചെയ്യാം, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ തെറ്റിപ്പോവില്ല, എനിക്ക് ഓർമ്മ നിൽക്കും എന്ന് തോന്നുന്ന മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ 3 വർഷത്തേക്ക് കൊടുത്തത് കൊണ്ടാണ്, 3 years എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ 3 വർഷത്തേക്ക് ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു റേഷ്യോ ഉണ്ട്, അതായത് 3:3:1 എന്ന് പറയുന്നത്. അപ്പൊ 3:3:1 എന്ന് പറയുമ്പോൾ അതവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട, കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് 6 ലക്ഷം, 5% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം 6 ലക്ഷത്തിന്റെ 5%. അടുത്ത വർഷം ആവുമ്പം ആ കിട്ടിയതിന്റെ 5%. ലാസ്റ്റ് വർഷം ആവുമ്പം ഈ കിട്ടിയതിന്റെ 5%. എന്നിട്ട് വേണം, ഇത് 3ഉം കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഈ പറയുന്ന റേഷ്യോ ഇട്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് തെറ്റും. ആദ്യത്തെ കിട്ടിയതിന്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 30,000 × 3, അടുത്ത 1,500 × 3, പിന്നെ 75 × 1. ഇത് 3ഉം കൂട്ടി കിട്ടുന്നതായിരിക്കും നമ്മൾക്ക് ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യം. അതായത് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആണ് ഇതെല്ലാം. സോ ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യം നമുക്ക് വേണ്ടുന്നത് ഫൈനൽ എമൗണ്ട് ആണ്. അപ്പൊ ആദ്യത്തെ 6 ലക്ഷം പ്ലസ് ഇത് ചെയ്യുക. അല്ല എങ്കിൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നെങ്കിൽ ഇക്വേഷനകത്തോട്ട് ഇടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എങ്ങനെ പോയാലും ഈ ആൻസർ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ വേറൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഒരു വസ്തുവിന്റെ വാങ്ങിയ വിലയോ വിറ്റ വിലയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വസ്തുവിനെ നമ്മൾ ഒരു വിലയ്ക്ക് വാങ്ങുന്നു, ആ വാങ്ങുന്നതിന്റെ മീൻസ് ആ വസ്തുവിന്റെ പകുതി മാത്രമാണ്
ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 എന്നങ്ങ് കൊടുക്കാം അല്ലേ. വാങ്ങിയ വില എത്രയാണ്? 100. അപ്പൊ ഈ വസ്തുവിനെ വിൽക്കുന്നത് ഇതിന്റെ ഇരട്ടി വിലയ്ക്കാണ്. ഓക്കെ, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരട്ടി വില. ഒരു വസ്തു എന്ന് പറയുന്നത് അതിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 100 എന്ന് കൊടുക്കാം. അപ്പൊ അതിന്റെ ഇരട്ടി വില എന്ന് പറയുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിന്റെ പകുതി ഭാഗം മാത്രമാണ്, അതായത് ഇതിന്റെ ഒരു 50% മാത്രമാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ഇരട്ടി വിലയ്ക്ക് നമ്മൾ വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലാഭശതമാനം എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു വസ്തുവിന്റെ പകുതി മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ, അതായത് 50. ഓക്കെ, അപ്പം ലാഭശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ഒരു വസ്തുവിന്റെ പകുതി, അതായത് 50. ഈ പറയുന്ന 50 ഇരട്ടി വിലയായ 200 മീൻസ് ആദ്യത്തെ കേസിന്റെ ഇരട്ടി വിലയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് എത്ര വരും? 150. അപ്പം 200 മൈനസ് 50, പ്രോഫിറ്റ് 150. ഓക്കെ, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയായിരുന്നു? ആദ്യത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിലും ലോസ് പെർസെൻറ്റേജ് ആണെങ്കിലും നമ്മൾ വാങ്ങിയ വിലയുടെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഇതാണ് അതിന്റെ പകുതി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ 50 × 100. ഓക്കെ, അപ്പൊ എത്ര ആൻസർ വരുന്നത്? 300%. ഓപ്ഷൻ സി 300% ആണ് അല്ലേ. കുറച്ച് നല്ലപോലെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ട്രിക്കും യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിലും ഒരു ലോജിക്കും വേണം അല്ലേ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ടാസ്ക്. കാരണം നമുക്ക് സംശയം വരാം, ഇതിന്റെ പകുതി വില എന്ന് പറയുമ്പോൾ വിറ്റ വിലയിലും ഇനി പകുതി ആകുമോ എന്നൊക്കെ സംശയം വരാം അല്ലേ. കോസ്റ്റ് പ്രൈസ് ആദ്യം നമ്മൾ 100 എടുക്കുന്നു, പിന്നെ 200 രൂപയ്ക്ക് ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു. ഇനി ഇതിന്റെ പകുതി വിൽക്കുന്ന സമയത്ത് ഇനി പകുതി സെല്ലിംഗ് പ്രൈസ് ആണോ നമ്മൾ എടുക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് മിസ്റ്റേക്ക് വരാം. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ഡബിൾ ദ പ്രൈസ് എന്ന്. ഓക്കെ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആർട്ടിക്കിളിന്റെ പകുതി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ വിലയുടെ ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് അതിന്റെ ഇംഗ്ലീഷിൽ വേർഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറയുന്ന പോലെ ഈ മലയാളത്തിലെ ക്വസ്റ്റ്യൻസിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എററോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലോട്ട് വായിക്കുക, അപ്പം നമുക്ക് ഒന്നുകൂടെ ആ ഒരു സംഭവം ക്ലിയർ ആയിരിക്കും. അപ്പം അത് ഇതിന്റെ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദി പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ഹാഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻ ആർട്ടിക്കിൾ, അതായത് ഒരു ആർട്ടിക്കിളിന്റെ ക്വാണ്ടിറ്റിയുടെ പകുതി ഈ സോൾഡ് അറ്റ് ഡബിൾ ദ പ്രൈസ്, വിലയുടെ ഇരട്ടിക്ക് വിൽക്കുമ്പോൾ, പകുതി ക്വാണ്ടിറ്റി ഐറ്റം വിലയുടെ ഇരട്ടിക്ക് വിൽക്കുമ്പോൾ എത്രയാണ് ഇതിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങി എന്ന് വിചാരിക്കുക, നമ്മൾ 100ന്റെ ബേസിലാണല്ലോ കാണുന്നത്. അപ്പൊ അതിനെ വിൽക്കുന്നത് ഇരട്ടി വില എന്ന് പറയുമ്പോൾ 200. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അതിന്റെ 50 അല്ലേ, ഹാഫ് ദ ക്വാണ്ടിറ്റി. അപ്പം എന്താണ് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 50 ആണ് അതിന്റെ വാങ്ങിയ വിലയെന്ന് എടുക്കുന്നു, ഹാഫ് ദ ക്വാണ്ടിറ്റി 50, ഇരട്ടി വിലയായ 200. സോ 50 ബൈ എന്ത് വരും? പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 150 ആണ്. കാരണം 200 രൂപയ്ക്ക് വിറ്റു, 50 മാത്രമാണ് എടുത്തത്. സോ 150. 150 ബൈ വാങ്ങിയ വില എത്രയാണ്? 50 × 100. ഓക്കെ, അപ്പൊ എത്ര ആൻസർ വരുന്നത്? 300% അതിൻ്റെ ലാഭശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്ക് അവിടെ എങ്ങനെ ആയാലും ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷെ ഇംഗ്ലീഷ് ലെവലിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പകുതി ക്വാണ്ടിറ്റിയെ ഡബിൾ പ്രൈസിൽ വിൽക്കുമ്പോൾ പകുതി മാത്രമാണ്, ദാറ്റ് മീൻസ് പകുതി വില, അതായത് 50, അത് പകുതി വിലയായിരിക്കും നമ്മൾ അവിടെ വരുന്നത്. അത് ഇരട്ടിക്കുള്ള വിലയ്ക്കാണ് നമ്മൾ വിറ്റത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 200ഉം അതിന്റെ പകുതി ക്വാണ്ടിറ്റി പകുതി വില, കോസ്റ്റ് പ്രൈസ് വരുമ്പോൾ പകുതി വിലയെ കാണത്തുള്ളൂ 50. അതുകൊണ്ടാണ് അവിടെ 50 വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രോഫിറ്റ് എടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എഴുതിയ സെല്ലിംഗ് പ്രൈസ് 200ഉം പിന്നെ നമ്മൾ പകുതി വിലയാണ് വരുന്നത്, ആദ്യത്തേന്റെ പകുതി വില. സോ
സോ 50. അപ്പം 150. അപ്പം നമുക്ക് 300% വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മൾ എക്സാം എഴുതുമ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടെ റെഫർ ചെയ്ത് നോക്കണം. ഓക്കെ, തീരെ നമുക്ക് എന്താണ് പറ്റാതെ മീൻസ് ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചൊരു ക്വസ്റ്റിൻ്റെ കേസിലും പറഞ്ഞു. ഇപ്പം ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഹാഫ് ദ ക്വാണ്ടിറ്റി ആണ്, അതായത് ക്വാണ്ടിറ്റി പകുതി. നമ്മൾ ആദ്യം ഇപ്പം സാധനം വാങ്ങിയത് സംഭവം ആർട്ടിക്കിൾ വാങ്ങുന്നത് 100 രൂപയ്ക്ക് വാങ്ങി. അപ്പം അത് നമ്മൾ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി 200 രൂപ. ഇനി ഈ ആർട്ടിക്കിളിൻ്റെ പകുതി മാത്രം മീൻസ് പകുതി വിലയാണ്. അവിടെ പകുതി കൊടുക്കുമ്പോൾ അവിടെ പകുതി വില, പകുതി ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കുകയാണ്. ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ആർട്ടിക്കിളിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ പകുതി വിലയ്ക്കാണ് അവിടെ വരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ നമ്മൾ 50 എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ പ്രോഫിറ്റ് 150 കിട്ടുന്നു. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോ 300% ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ബ്രഹ്മാസ്ത്ര 3യുടെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ SCRTയുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓൾഡ് ആൻഡ് ന്യൂ കോംബോ ആണ് വരുന്നത്. ഓൾഡ് സീരീസും ന്യൂ SCRTയുടെയും കൂടെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. 399 ആണ് റേറ്റ് വരുന്നത്. പർച്ചേസ് ചെയ്യാത്തവർ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ SCRTയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ കോഴ്സല്ല പർച്ചേസ് ചെയ്തിട്ട് നമ്മൾക്ക് തന്നെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് അല്ലേ, അപ്പോൾ SCRTയുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ PSC എക്സാമുകൾക്ക്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾക്ക് SCRT എത്രമാത്രം അറിയാമെന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതനുസരിച്ച് നമ്മൾ എന്താ ഇപ്പം നമുക്ക് ആ എഴുതി കഴിയുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളുടെ ലെവൽ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താണ് കുറച്ചും കൂടെ എക്സ്പേർട്ടുകളാവാനായിട്ട് ശ്രമിക്കാം. ഇതും ഇത് തന്നെയാണ്. 399 ആണ് റേറ്റ് വരുന്നത് SCRTയുടെ കേസ്. അതുപോലെ LP UPയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. 500 അവർ ക്ലാസ്സസ് ആണ്. സിലബസ് വൈസ് ക്ലാസ്സസ് ഉണ്ട്. ഓൾറെഡി February 16 നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. 1 ഇയർ വാലിഡിറ്റി ആണ് ക്ലാസ്സിന് വരുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. അപ്പം പറയുന്ന പോലെ തന്നെ ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് നമ്മൾക്ക് പഠിച്ചു പോകാം. ബിഗിനേഴ്സിനും റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയവർക്കും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. 999 ആണ് റേറ്റ് വരുന്നത്. 50% ഓഫ് ഉണ്ട്. ഓൾറെഡി വിദ്യാരംഭം 2 പർച്ചേസ് ചെയ്ത യൂസേഴ്സിന് എക്സ്ട്രാ ഒരു 50% കൂടെ കിട്ടും. അപ്പം LP UP എഴുതുന്നവരൊക്കെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക. 1 ഇയർ വാലിഡിറ്റി വരുന്ന കോഴ്സസ് ആണ്. സോ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ട്രിക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡീറ്റെയിലിംഗ് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടായിരിക്കും നമ്മൾക്ക് PSC മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. May 2 വരുന്നത് നല്ല ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തോ. എളുപ്പമാണെന്ന് വിചാരിക്കുകയും വേണ്ട. ഡിഫിക്കൽട്ടി ലെവൽ നല്ല കൂടുതലായിരിക്കും എന്ന് വിചാരിച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. 20 മാർക്സ് ആണ്. അതിൽ മാക്സിമം നമുക്കൊരു 18, മാക്സിമം 20 വാങ്ങിക്കാം. പിന്നെ എങ്ങനെയും പോയ ടൈമിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് ഒരു 18 നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്യണം. പെൻഡിങ്ങിന് വെക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തു വെച്ച് പഠിച്ചോളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് 1, 2 ഒക്കെ കാണത്തുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം ട്രിക്കായിട്ടുള്ള വേണം. സ്റ്റെപ്പുകൾ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് വേണം. അതുപോലെ ഇക്വേഷൻസ് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം എവിടെയൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് സ്യൂട്ടബിൾ എങ്കിൽ അത് യൂസ് ചെയ്യാം. ഓപ്ഷൻസിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഏത് രീതി നമുക്ക് അവിടെ ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ PYQs ചെയ്ത് പഠിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഏതൊക്കെ റിസോഴ്സസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ അത് മാക്സിമം ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിന് നമ്പർ മാറ്റി മാറ്റി ഇട്ട് ചെയ്ത് പഠിക്കാനൊക്കെ ശ്രമിക്കും. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്ത് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
ഓക്കെ, ഇനി പെൻഡിങ്ങിലൊന്നും വെക്കരുത്, ടൈമില്ല, മെയ് 2 എക്സാം വരുന്നത്. സോ പിന്നെ എപ്പോഴും ചിന്തിക്കുക, മലയാളത്തിലെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ എക്സാമാണ്. അപ്പോൾ ഇംഗ്ലീഷ് വേർഷനാണ് വാലിഡിറ്റി ഉള്ളത്. സോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വായിച്ച് വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.